വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ആദ്യം തൗഫീഖ് നൽകട്ടെ. ആമീൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന മഹത്തായ പ്രസ്ഥാനം എന്നുള്ളത്. അഞ്ചു വക്ത് നിസ്കാരം നിലനിർത്തുന്നവരാണ് നമ്മളിലേവരും. അഞ്ചു വക്ത് നിസ്കാരങ്ങളിൽ ഓരോ റക്അത്തുകളിലും നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കണമേ എന്ന്, നേരായ മാർഗത്തിൽ നമ്മെ ആക്കണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് ഈ ചൊവ്വായ മാർഗം എന്നുള്ളത്? അതിന് താഴെ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഞാൻ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ആക്കണമേ എന്ന്, അല്ലാഹു തആല അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ആക്കണമേ എന്ന് അല്ലാഹു തആല പറയുന്നു. രണ്ടാമത്തെ കാര്യമായി അല്ലാഹു തആല പറയുന്നത് ഗൈരിൽ മഗ്ലൂബി അലൈഹിം, എൻ്റെ കോപത്തിന് ഇരയാക്കപ്പെടാത്തവരുടെ കൂട്ടത്തിൽ നീ ആക്കണമേ. വലദ്ദാല്ലീൻ, വഴികേടിലാവാത്തവരുടെ മാർഗത്തിലും നീ ആക്കണമേ എന്ന് പറയുന്നുണ്ട്. അനുഗ്രഹിച്ചവരുടെ മാർഗം എന്നുള്ളത് നമ്മുടെ നബിമാരും സിദ്ദീഖുമാരും ശുഹദാക്കളും അതുപോലെ സ്വാലിഹീങ്ങളും അടങ്ങിയ വിഭാഗമാണ്. രണ്ടാമത്തേത് ഗൈരിൽ മഗ്ലൂബി അലൈഹിം, കോപത്തിന് ഇരയാവാത്തവരുടെ മാർഗം എന്നുള്ളത് ഇഷ്ടപ്പെട്ടവരുടെ മാർഗം, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരുടെ മാർഗം എന്നുള്ളതാണ്. അതിൽപ്പെട്ടവരാണ് മുഹാജിരീങ്ങള്, അതുപോലെ അൻസാരികൾ, അവരുടെ നന്മയിൽ അവരെ പിന്തുടരുന്ന ആളുകൾ. മൂന്നാമത്തെ മാർഗം എന്നുള്ളത് വഴികേടിലാവാത്തവരുടെ മാർഗം അഥവാ സന്മാർഗികളുടെ മാർഗം എന്നുള്ളതാണ്. ബുദ്ധിമാന്മാരായ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ചിലരുടേത് ഐഹികമായ വിജയമായിരിക്കും, മറ്റു ചിലർക്ക് അനശ്വരമായ വിജയമായിരിക്കും. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ച ഉത്തമ ഉദാഹരണമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ചലനവും വിശുദ്ധ ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയങ്ങളും സുന്നത്തുകളും മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പ്രസ്ഥാനം. കേരളത്തിൽ ആദ്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅ വരുന്നത് മക്തും കുടുംബങ്ങളിൽ നിന്നാണ്. പ്രധാനമായും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മക്തും കുടുംബമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത്. മക്തും കുടുംബത്തിൽ നിന്ന് പിറകോട്ട് പോയാൽ അത് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്കാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചുണ്ടായ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തും അവർ വകവെക്കുന്നില്ല, അവര് അത് ഇഷ്ടപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തിലും അവർക്ക് വിശ്വാസമില്ല. അല്ലാഹു തആല
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാം അവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.